എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് CGL എക്സാമിൻ്റെ PYQ സീരീസ് നമ്മൾ പോകുന്നുണ്ടായിരുന്നു. 2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു സീരീസ് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നത് ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമുക്ക് ബേസിക് ക്ലാസ്സുകൾ നമുക്ക് വേണം എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് കമൻറ്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് ബേസിക് ക്ലാസ്സുകൾ എന്താ പറയുക ഫ്രീ ആയിട്ട് കിട്ടുന്ന വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക സിഗ്നേച്ചർ ബാച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു CGL ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ബേസിക് ക്ലാസ്സിൻ്റെ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദിശ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിൽ ബേസിക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൽ റീസണിങ് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. ഓക്കെ, റീസണിങ് സബ്ജക്റ്റുകളും അതിൻ്റെ ബേസിക് ക്ലാസ്സുകളും ഹാൻഡിൽ ചെയ്യുന്നതും എടുക്കുന്നത് ഞാനായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്, എക്സാം എഴുതുന്നതിന് മുന്നേ ആയിട്ട് ആ എക്സാമിൻ്റെ എന്താ പറയുക എക്സാം പാറ്റേണും അതിൽ ചോദിക്കുന്ന ടോപ്പിക്കുകളും അതൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക അല്ലെങ്കിൽ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളത് മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. എന്നിട്ട് വേണം നമ്മൾ എക്സാം ആക്ച്വലി പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ മെയിനായിട്ടും റീസണിങ് നമുക്ക് എന്തൊക്കെ ചോദിക്കാം, എന്തൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത്. പക്ഷേ നമ്മൾ റീസണിങ് എന്ന് പറയുന്നതിന് മുന്നേ ആയിട്ട് മെയിനായിട്ടും CGL എക്സാമിനെ കുറിച്ചൊരു ഔട്ട്ലൈൻ നമ്മളിവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ CGL എക്സാമിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് പേര് സ്വപ്നം കാണുന്ന ഒരുപാട് വലിയ വലിയ പോസ്റ്റുകൾ വരുന്ന ഒരു എക്സാമാണ് CGL. ഗ്രാജുവേറ്റ് ലെവൽ എക്സാമാണ് നമുക്ക് CGL എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സിവിൽ സർവീസിന് തൊട്ട് താഴെ വരുന്നത് തന്നെ വരുന്ന രീതിയിലുള്ള പല പോസ്റ്റുകളും വരുന്ന ഒരു എക്സാമാണ് CGL എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ജോലികളാണ് CGL എക്സാമിൽ വരുന്നത്. നമുക്കറിയാം CGLന്റെ കോമ്പറ്റീഷനൊക്കെ കുറച്ച് അധികമുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കിപ്പോൾ വന്നിരുന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം എന്താണ് മെയ് ജൂൺ ടൈമിനുള്ളിൽ നമുക്ക് എന്താണ് എല്ലാം പഠിച്ച് തീർത്ത് എക്സാം എഴുതി ക്ലിയർ ചെയ്യാൻ നമുക്ക് പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റാർട്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ബേസിക് ക്ലാസ്സുകൾ ഇപ്പോഴേ പ്രൊവൈഡ് ചെയ്ത് തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് CGL 2025 പോകുന്നതിന് മുന്നേ ആയിട്ട് ജസ്റ്റ് 2024 നടന്ന എക്സാമിൻ്റെ കട്ട് ഓഫ് ഞാനൊന്ന് കാണിക്കുകയാണ്. ഇത് CGLന്റെ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്ന ഒരു PDF ഒരു ഷീറ്റാണ്. അപ്പോൾ ആ ഒരു ഇമേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം നടന്ന 2024 നടന്ന CGL എക്സാമിൻ്റെ ടയർ 1ന്റെ കട്ട് ഓഫ് ആണ്. ഓക്കെ, ഞാൻ ടയർ 1ന്റെ കട്ട് ഓഫ് പറയാം. നമുക്ക് ടയർ 1 കഴിഞ്ഞിട്ട് ടയർ 2ലേക്ക് പോകുന്ന സമയത്ത് ടയർ 1ൽ നമുക്ക് നല്ലപോലെ സ്കോർ ചെയ്യേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ വന്നിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയർ 1ൽ ഇത്തിരി കോമ്പറ്റീഷൻ കൂടുതലായിട്ട് വരുന്നു, കട്ട് ഓഫുകൾ കയറി വരുന്നു, വേക്കൻസികൾ ഇച്ചിരി കുറഞ്ഞു വരുന്നു. അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ടയർ 1 കുറച്ച് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. ടയർ 2 ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നല്ല, ടയർ 1 നല്ലപോലെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുമ്പോൾ അത് ടയർ 2 ഉപയോഗമാവും. കാരണം നമുക്ക് ടോപ്പിക്കുകൾ മാറുന്നില്ല. ഓക്കെ, നമ്മൾ ടയർ 1 എക്സാമിനെ കുറിച്ചാണ് ജസ്റ്റ് ഒന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം, ജനറലിന് വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് ഇവിടെ ജനറൽ എക്സാമിന് അല്ലെങ്കിൽ ജനറൽ എന്ന് പറയുന്ന കാറ്റഗറിക്ക് UR എന്ന് പറയുന്ന കാറ്റഗറിക്ക് വരുന്ന കട്ട് ഓഫ് 153.18 സംതിങ് ആണ്. ഓക്കെ, നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കട്ട് ഓഫ് ഒരുപടി കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ 2023 നമ്മൾ നോക്കുകയാണെങ്കിൽ 150 സം റേഞ്ചിലൊക്കെയാണ് വരുന്നത്. കട്ട് ഓഫ് കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഉറപ്പായിട്ട് നമുക്കിനി അടുത്തൊരു എക്സാം നടക്കുന്ന സമയത്ത് 2025 എക്സാം നടക്കുന്ന സമയത്ത് കോമ്പറ്റീഷൻ വീണ്ടും കൂടുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും കുറച്ചും കൂടെ ഹയർ ലെവൽ ടാർഗറ്റ് വെച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. ഒരു 160 എങ്കിലും നമ്മൾ ടാർഗറ്റ് വെച്ച് മിനിമം പഠിക്കണം. മിനിമം 160 ആണ് പറയുന്നത്. മാക്സിമം നമുക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ചെയ്യണം. ഓക്കെ, ഒരു മിനിമം 160 ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, നമ്മൾ പല കാറ്റഗറീസ് ഉണ്ട്. EWSന് 142 ആണ്, OBC 146 ആണ്, STക്ക് 11 ആണ്, 111 ആണ്, SCക്ക് വരുമ്പോൾ 126 ആണ്. അങ്ങനെ ഓരോ കാറ്റഗറിക്കും വരുന്ന കട്ട് ഓഫ് മാർക്കുകളും അവിടെ എടുത്തിരിക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റ് ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നിങ്ങൾ കാറ്റഗറീസ് വെച്ച് നമ്മൾ പലപ്പോഴും പലരും ചെയ്യുന്നൊരു കാര്യം ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ എൻ്റെ കാറ്റഗറി കുറവായിരിക്കും എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അങ്ങനെ ഭയങ്കര എന്താ പറയുക ഈസി ആയിട്ട് കാണുന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ മാക്സിമം ഒഴിവാക്കുക. മാക്സിമം നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഒരു മാക്സിമം ലിമിറ്റ് വെക്കുക. ഇപ്പോൾ ഒരു 153.18 ഇവിടെ കട്ട് ഓഫ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു 170 മാർക്കിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, മിനിമം 170 ഒരു 160 to 170 മാർക്കിന് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അതുപോലെ തന്നെ എക്സാം എഴുതിയിട്ടും ഉണ്ടാവണം. അപ്പോൾ എല്ലാ കാറ്റഗറിക്കാരും ഉറപ്പായിട്ടും ജനറൽ കട്ട് ഓഫ് ശ്രദ്ധിക്കുക. ജനറൽ കട്ട് ഓഫിനേക്കാൾ കൂടുതൽ മാർക്ക് മേടിക്കാനായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അല്ലാണ്ട് എനിക്ക് വരുന്ന കട്ട് ഓഫ് ഇതാണ്, അപ്പോൾ അടുത്ത വർഷത്തിനേക്കാൾ 2 മാർക്ക് 3 മാർക്കേ കൂടത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിൽ ചിന്തിച്ച് പഠിക്കരുത്. ആ ഒരു ലിമിറ്റ് വയ്ക്കരുത്. ഒരു നല്ലൊരു ലിമിറ്റ് വെച്ച് വേണം എപ്പോഴും പഠിക്കാൻ. മാക്സിമം ലിമിറ്റ് വെച്ച് എപ്പോഴും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഒരു 160 to 170 റേഞ്ച് സ്കോർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, എപ്പോഴും നിങ്ങൾ ഒരു ടയർ 1 വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇനി
നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എക്സാം പാറ്റേൺ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് 4 ഏരിയ ഉണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, ജനറൽ ഇന്റലിജൻസ് അതായത് റീസണിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സിന്റെ റീജിയൻ ഉണ്ട്, അതുപോലെ തന്നെ ജനറൽ അവയർനെസ് അല്ലെങ്കിൽ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ GK റേറ്റിൽ വരുന്ന ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും 25 ക്വസ്റ്റ്യൻസ് വെച്ച് തന്നെയാണ്. എല്ലായിടത്തും 25 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അവിടെ മാർക്ക് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം എന്താണ് 50 മാർക്ക് വെച്ച് തന്നെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ എന്നുള്ളത്. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പേര് സ്കോർ ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് പറയുന്നത് ജനറൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ റീസണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മിനിമം ഒരു 22 to 24 മാർക്സ് അല്ലെങ്കിൽ 24 ക്വസ്റ്റ്യൻസ് എല്ലാവരും അറ്റൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, റീസണിങ്ങിനകത്ത് ഒരു 20 to 24. ഞാൻ എന്തുകൊണ്ട് 25 പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ക്വസ്റ്റ്യൻ ചിലപ്പോൾ നമുക്ക് ലോജിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിഫിക്കൽട്ട് ആയിട്ട് വരാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 20 to 24 വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും ഒരു 46 നമുക്ക് ആവറേജ് വേണമെങ്കിൽ വെക്കാം. ഓക്കെ, 46 ഒരു 50-ൽ നമുക്ക് 46 മാർക്ക് വരെയൊക്കെ നമുക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു സ്ഥലമാണ് എന്ന് പറയുന്നത് റീസണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത് സ്കോർ ചെയ്യാൻ നമുക്ക് പറ്റണം. അത് നമ്മൾ ബൈ പ്രാക്ടീസിലൂടെയും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തൊക്കെ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്താണ് മോക്ക് ടെസ്റ്റിലൊക്കെ നമുക്ക് എന്താണ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഈ മാത്സും കമ്പാരിറ്റീവ്ലി ടയർ 1ലേക്ക് വരുമ്പോൾ വലിയ പാടായിട്ട് വരുന്നില്ല. ഓക്കെ, അവിടെ നമുക്ക് എന്തായാലും ഒരു 20 to 20 മാർക്ക് 22 മാർക്സിനൊക്കെ ഉറപ്പായിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസേ വരാറുള്ളൂ. 1-2 ക്വസ്റ്റ്യൻ നമുക്ക് ചില ടോപ്പിക്കൽ ഡിഫിക്കൽട്ട് ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരാറുണ്ട് പലപ്പോഴും. ഓക്കെ, അങ്ങനെ വരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ. അവിടെ നമുക്കൊരു 44 മാർക്സ് നമുക്ക് എന്താണ് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു സ്ഥലമാണ്. ഓക്കെ, ഇനി ഇപ്പൊ തന്നെ നമുക്ക് 90 മാർക്കായി. നമ്മളൊരു 160 ആണ് എയിം വെക്കുന്നെങ്കിൽ ഒരു 70 എങ്കിലും നമുക്കൊരു എക്സ്ട്രാ വരണം. അത് ഇംഗ്ലീഷിൽ നിന്നും ജനറൽ അവയർനെസ് നമ്മൾ സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇംഗ്ലീഷിനകത്ത് പൊതുവേ നമുക്കൊരു എന്താ പറയുക ഒരു 18 to 20 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. 18 to 20 ക്വസ്റ്റ്യൻസ് എന്തായാലും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇംഗ്ലീഷ് അധികം ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആയിട്ട് കാണുന്നില്ല. വളരെ ബേസിക് ആയിട്ടുള്ള ഗ്രാമർ റൂൾസും ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു 40 മാർക്ക് എന്തായാലും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വരുന്ന ഒരു 40 മാർക്സ് കൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ജനറൽ അവയർനെസ് 40 to 30 മാർക്സ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു 15 to 18 ക്വസ്റ്റ്യൻസ് GKയിൽ സ്കോർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, ഓക്കെ, ഞാൻ ജനറലിന്റെ കാര്യമാണ് പറയുന്നത്. ജനറൽ കട്ട് ഓഫ് മനസ്സിൽ വെച്ച് വേണം നമ്മൾ എപ്പോഴും പഠിക്കാനായിട്ട്. അത് വെച്ച് മനസ്സിൽ വെച്ച് അതിനൊരു ലിമിറ്റ് വെച്ചുകൊണ്ട് അതിൽ നിന്നൊരു 2 എന്താ പറയുക ഒരു 10 മാർക്ക് കൂടുതൽ മേടിക്കുന്ന രീതിയിൽ വേണം എപ്പോഴും നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ വരുമ്പോൾ 15 to 18 ഇപ്പം ഒരു 16 ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്കൊരു 32 മാർക്സ് നമുക്ക് എന്താണ് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്കൊരു 162 മാർക്സോളം നമുക്ക് ഇവിടെ തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ഒരു കണക്ക് വെച്ച് ഈ കണക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ ചെയ്ത് വരും. ഞാൻ ജസ്റ്റ് ഒരു ഐഡിയക്ക് പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് എന്താണ് ഉറപ്പായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനൊരു ഐഡിയക്ക് പറയുന്നതാണ് നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞില്ല മെയിനായിട്ട് റീസണിംഗ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റീസണിംഗിലേക്ക് വരുന്ന സമയം ഞാൻ ഈ പറയുന്നത് ഒരു 24 ക്വസ്റ്റ്യനെങ്കിലും നമ്മൾ ഉറപ്പായിട്ടും റീസണിംഗിൽ അറ്റൻഡ് ചെയ്യണം. അത് ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ എടുക്കണം ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും. ഓക്കെ, നമുക്ക് നോക്കാം. അപ്പോൾ റീസണിങ്ങിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ സിലബസ് നമുക്ക് നോട്ടിഫിക്കേഷനിൽ വരും. ഇതിപ്പോൾ കഴിഞ്ഞ വർഷത്തെ നോട്ടിഫിക്കേഷൻ വന്ന സിലബസ് ആണ് അല്ലെങ്കിൽ റീസണിങ്ങിൻ്റെ ടോപ്പിക്സുകളാണ്. നമുക്ക് ഈ ടോപ്പിക്കുകൾ ഡയറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാ ടോപ്പിക്കുകളും എന്താണെന്നൊന്നും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാനും സാധിക്കത്തില്ല. ചില ടോപ്പിക്കുകളൊക്കെ നമുക്ക് അനലോഗി എന്ന് പറയുന്ന ടോപ്പിക് എന്താണെന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അറിയാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ ഫിഗറൽ അനലോഗി കിടക്കുന്നുണ്ട്, പിന്നെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക് കിടക്കുന്നുണ്ട്. ഈ അനലോഗി ക്ലാസിഫിക്കേഷൻ നമ്മൾ ഡയറക്റ്റ് കേൾക്കുന്ന പേരുകളാണ്. പഞ്ച്ഡ് ഹോൾസ്, പാറ്റേൺസ് ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ നമ്മുടെ പേപ്പർ കട്ടിങ്, പേപ്പർ ഫോൾഡിങ് കൺസെപ്റ്റ് ആണ്. പിന്നെ സീരീസ് വരുന്നുണ്ട്. സീരീസ് ഫിഗറൽ പാറ്റേൺസ്, ഫോൾഡിങ് ആൻഡ് കംപ്ലീഷൻ ഒക്കെ വരുന്നുണ്ട്. നമ്പർ സീരീസ് വരുന്നുണ്ട്. എംബഡഡ് ഫിഗറിന്റെ കൺസെപ്റ്റ് പറയുന്നത് ഫിഗർ സീരീസ് പറയുന്നുണ്ട്. ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് വെച്ച് കഴിഞ്ഞാൽ ക്രിട്ടിക്കൽ റീസണിങ് നമ്മുടെ സ്റ്റേറ്റ്മെന്റ് കൺക്ലൂഷൻ ക്വസ്റ്റൻ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. പിന്നെ പ്രോബ്ലം സോൾവിങ്, ഇമോഷണൽ ഇന്റലിജൻസ്, വേർഡ് ബിൽഡിംഗ്, സോഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ കുറേ പേര് കോഡിംഗ് ഡീകോഡിംഗ്. ഓക്കെ, കോഡിംഗ് ഡീകോഡിംഗ് നമുക്ക് ഓക്കെയാണ്. ന്യൂമറിക്കൽ ഓപ്പറേഷൻസ്, മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, അതർ ടോപ്പിക്സ്, ഇഫ് എനി എന്നൊക്കെ പറഞ്ഞു കൂടെ എക്സ്ട്രാ ഈ ടോപ്പിക്കുകളോ ഈ പേരുകളൊന്നും വായിച്ച് നമുക്കൊന്നും പ്രത്യേകിച്ച് നമുക്ക് ഒരു ഐഡിയ കിട്ടില്ല. കുറച്ച് പേരുകളും കാര്യങ്ങളൊക്കെ നമുക്ക് കേട്ടിട്ടുണ്ടായിരിക്കും. വെൻ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ടോപ്പിക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ എടുക്കുന്നത് പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിക്കുന്ന
എന്താ പറയുക ടോപ്പിക്കുകൾ നമുക്കൊരു ലിസ്റ്റ് ഉണ്ടാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, അത് എല്ലാ എക്സാമ്പിളും നമുക്ക് ഇതുവരെ നടന്നിട്ടുള്ള SSC എക്സാമുകളെല്ലാം ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ നമ്മൾ എടുത്തിട്ട് ഒരു ലിസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ലിസ്റ്റ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എപ്പോഴും ക്ലാസ്സുകൾ പോവുക. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മെയിനായിട്ടും റീസണിങ് നമ്മൾ രണ്ടാം ക്ലാസ് ചെയ്യും, വെർബൽ റീസണിംഗ് എന്നും നോൺ വെർബൽ റീസണിംഗ് എന്നും. അപ്പോൾ ഈ വെർബൽ റീസണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ് വെച്ച് ക്വസ്റ്റ്യൻസ് വരുന്നതാണ് വെർബൽ റീസണിംഗ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത്രയും ടോപ്പിക്കുകൾ വെർബൽ റീസണിങ്ങിനകത്ത് പെടുന്നതാണ്. അതായത് ഡയറക്ഷൻ, ബ്ലഡ് റിലേഷൻ, റാങ്കിങ്, ക്ലോക്ക്, കലണ്ടർ, കോഡിങ് ആൻഡ് ഡീകോഡിങ്, അനലോഗി, ഓഡ് വൺ ഔട്ട്. ഈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ കണ്ടില്ലേ, അതാണ് ഈ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സീരീസ്, ആൽഫബറ്റ് ടെസ്റ്റ്, ആൽഫബറ്റ്സുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ, സിലോജിസം എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ടോപ്പിക്കാണ് സിലോജിസം. അതുപോലെ ഡേറ്റ സഫിഷ്യൻസി, സ്റ്റേറ്റ്മെന്റ്സ് ആണ് നമ്മൾ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞ് കണ്ടില്ലേ, ക്രിട്ടിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ഒരു സാധനമാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. പിന്നെ സീറ്റിംഗ് അറേഞ്ച്മെന്റ്, ഇതൊക്കെ വേർഡ് പ്രോബ്ലംസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നോൺ വെർബൽ റീസണിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നോൺ വെർബൽ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനാണ് നോൺ വെർബൽ റീസണിംഗ് നമ്മൾ പറയാം. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ക്യൂബ്സ് ആൻഡ് ഐസ്, മിറർ ഇമേജ്, വാട്ടർ ഇമേജ്, റിഫ്ലക്ഷനും, പേപ്പർ കട്ടിങ്, പേപ്പർ ഫോൾഡിങ്, ഫിഗർ ബേസ്ഡ് ബാക്കി ക്വസ്റ്റ്യൻസും, കൗണ്ടിങ് ഫിഗേഴ്സും, ഇതെല്ലാം കൂടെ ചേർന്ന് വരുന്നതാണ് എന്ന് പറയുന്നത് നോൺ വെർബൽ റീസണിംഗ് എന്ന് പറയുന്നത്. ഈ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനകത്ത് തന്നെ ഫിഗർ സീരീസ്, ഫിഗർ അനലോഗി, ഫിഗർ ക്ലാസിഫിക്കേഷൻ, അതുപോലെ എംബഡഡ് ഫിഗർ, എന്താ പറയുക, പിന്നെ ഫിഗർ കംപ്ലീഷൻ എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചെയ്തിട്ട് പിന്നെ വെൻ ഡയഗ്രാം അനാലിസിസ് ഒരു ടോപ്പിക് വരും കേട്ടോ. വെൻ ഡയഗ്രാം അനാലിസിസ് ഒരു ടോപ്പിക് വരാറുണ്ട്. അതും ഫിഗർ ബേസ്ഡ്, അത് നോൺ വെർബലിന്റെ പാർട്ടായിട്ട് നമ്മൾ പെടുന്നത്. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ ലിസ്റ്റുകൾ ഇതൊക്കെയാണ് നമ്മൾ ക്ലാസ്സിൽ പഠിക്കുക. ഇതൊക്കെയാണ് നമ്മളൊരു ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും ടോപ്പിക്കുകളുടെ ഇമ്പോർട്ടൻസ് കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഈ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ 3 വർഷത്തെ എക്സാമിൻ്റെ ഒരു കമ്പാരിസൺ എടുത്തിട്ടുണ്ട്. ഓക്കെ, CGL 2022 ചോദിച്ച ക്വസ്റ്റ്യൻസും എന്ന് പറയുന്നത് പല ഷിഫ്റ്റുകളുണ്ട് അല്ലേ. അപ്പോൾ ആ ഷിഫ്റ്റുകൾ എല്ലാം കൂടെ അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ടോപ്പിക്കൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ 23-ലെയും 24-ലെയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും ടയർ 1-ൽ ചോദിച്ച ക്വസ്റ്റ്യൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, ഓക്കെ, ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 2 എണ്ണം ചോദിച്ചിരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഫിഗർ സീരീസോ അല്ലെങ്കിൽ എംബഡഡ് ഫിഗറോ ഒക്കെ ആയിരിക്കും. അതാണ് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്, ഈ നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് പലപ്പോഴും അനലോഗിയുടെ പാർട്ടായിട്ടുള്ള നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റിലേഷൻ കണ്ടുപിടിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ, അതാണ് ഈ നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. പിന്നെ മിറർ ആൻഡ് വാട്ടർ നമ്മൾ നോക്കുകയാണെങ്കിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ 3 ക്വസ്റ്റ്യൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇത് ടോപ്പിക്കായിട്ട് നമ്മൾ പഠിക്കുന്നില്ല എങ്കിലും നമ്മൾ പല ടോപ്പിക്കുകളുടെയും കൺസെപ്റ്റുകൾ വെച്ചിട്ട് ലോജിക് കൺസെപ്റ്റുകൾ വെച്ച് ചെയ്യുന്ന ടോപ്പിക്കാണ് നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. മിറർ ആൻഡ് വാട്ടർ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റിനകത്ത് പെടുന്നതാണ്. ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, നമ്മൾ ആൽഫബറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടോപ്പിക് നമ്മൾ പറയുന്നില്ലേ, അതിൽ പെടുന്നതാണ് ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത്. സിലോജിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 2 ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്നതാണ്. ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. അത് വേർഡ് വെച്ചും ലെറ്റർ വെച്ചും നമ്പർ വെച്ചൊക്കെ ഓടിൻ്റെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അത് 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നത്. ക്യൂബ്സ് ആൻഡ് ഡൈസും 2022 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അനലോഗി നിങ്ങൾ നോക്കുക, അനലോഗി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്കിവിടെ 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. MOT മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത് സിമ്പിളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ടോ നമ്പറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അതാണ് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. പിന്നെ സീരീസ് എന്ന് പറയുമ്പോൾ നമ്പർ സീരീസ് ലെറ്റർ സീരീസ് എല്ലാം കൂടെ ചേർത്ത് ഫിഗർ സീരീസും വരാറുണ്ട്. പക്ഷേ നമ്പർ സീരീസും ലെറ്റർ സീരീസും മാത്രം ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എത്ര ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്? 5 ക്വസ്റ്റ്യൻ 2022 ചോദിക്കുന്നുണ്ട് പല ഷിഫ്റ്റുകളിലും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, കോഡിംഗ് ഡീകോഡിന്റെ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻസ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇത്രയും ടോപ്പിക് നമ്മൾ പറഞ്ഞ എല്ലാ ടോപ്പിക്കും ചോദിച്ചില്ല കണ്ടോ. നിങ്ങൾ എല്ലാ ടോപ്പിക്കുകളും ചോദിക്കാറൊന്നുമില്ല, പല ടോപ്പിക്കുകളും പല വർഷങ്ങളിലും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചും ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ 2022 ചോദിച്ച ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കുകളും അവിടെ വന്ന വെയിറ്റേജുമാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്, ഈ ഒരു ചാർട്ടിലൂടെ കാണിക്കുന്നത്. അവിടെ നിങ്ങൾ 2023 നിങ്ങൾ പോവുകയാണെങ്കിൽ 2023 എക്സാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ റിപ്പീറ്റിംഗ് സീരീസ് ഒരു സംഭവം. ഓക്കെ, നമ്മൾ സീരീസ് നമ്മൾ നേരത്തെ കണ്ടു, അതിൽ ലെറ്റർ റിപ്പീറ്റിംഗ് സീരീസ് ഒരു കൺസെപ്റ്റ് ഉണ്ട്. അത് നമ്മൾ 2022 അങ്ങനെ അധികം കണ്ടില്ല. പക്ഷേ 2023 എക്സാം വന്നപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. 2 ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗർ സീരീസോ എംബഡഡ് ഫിഗറോ ഒക്കെ വരുന്നതാണ് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻ അവിടെയും നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, 3 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ്. മിറർ വാട്ടർ ഇമേജ് എപ്പോഴും ചോദിക്കുന്ന ടോപ്പിക്കാണ്, അതോടെ കിടപ്പുണ്ട്. ഡിക്ഷണറി ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, ആൽഫബറ്റ് ടെസ്റ്റ് എന്ന ടോപ്പിക്കിന് അതോടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, 1 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. സിലോയിസിന്റെ 2 ക്വസ്റ്റ്യൻ വെച്ചുള്ള ചോദിക്കുന്നതിലാണ് പല ഷിഫ്റ്റുകളിലും കാണുന്നത്. ക്ലാസിഫിക്കേഷൻ
ഓഡ് ഓൺ ക്വസ്റ്റ്യൻ നമുക്ക് കഴിഞ്ഞ 2022 എക്സാമിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചോദിക്കുന്നെങ്കിൽ ഇവിടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് എല്ലാ ഷിഫ്റ്റുകളിലും. പിന്നെ ക്യൂബ്സ് ആൻഡ് ഡൈസിനും ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും ക്യൂബ്സ് ആൻഡ് ഡൈസ് എപ്പോഴും എല്ലാ എക്സാമിലും ചോദിക്കുന്ന ടോപ്പിക്കാണ്. അതുപോലെ അനലോഗി എന്ന് പറയുന്ന ടോപ്പിക്, അനലോഗിയും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അത് എപ്പോഴും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. MOT മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ നമുക്ക് സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. സീരീസും ഇവിടെ സീരീസ് നിങ്ങൾ വരുമ്പോഴത്തേക്കും ഇവിടെ 5 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് സീരീസിൽ തന്നെ, കണ്ടോ? അതായത് ഒരു നമ്പർ സീരീസും ലെറ്റർ സീരീസും എല്ലാം അവിടെ ചേർത്തിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻ എന്തായാലും ഓരോ ഷിഫ്റ്റിലും ചോദിക്കുന്നുണ്ട്. ബ്ലഡ് റിലേഷന്റെ ക്വസ്റ്റ്യനും കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് സാധാരണ കാണുന്ന പോലെ. ബ്ലഡ് റിലേഷൻ പക്ഷേ അവിടെ 1 ക്വസ്റ്റ്യൻ കുറഞ്ഞിട്ടുണ്ട്, കോഡിങ്ങിന്റെ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ. ഞാൻ 25 ക്വസ്റ്റ്യൻസിനെയും ജസ്റ്റ് അനലൈസ് ചെയ്തിട്ട് പല ഷിഫ്റ്റുകളുണ്ട്, നമുക്ക് ഒരുപാട് ഷിഫ്റ്റുകൾ ചേർന്നാണ് നമുക്ക് വരുന്നത് 2023 ഷിഫ്റ്റുകൾ എന്ന് പറയുന്നത്. അതെല്ലാം കൂടെ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് കാണുന്ന ടോപ്പിക്കുകളും അതിൽ വെയിറ്റേജ് കൊടുക്കുന്ന ഒരു ഏരിയ ആണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതിനി 2024 വരുമ്പോൾ ഓക്കെ തൊട്ട് മുന്നേയുള്ള വർഷം നിങ്ങൾ നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാക്കണം. കൗണ്ടിങ് ഫിഗേഴ്സ് ഒരു ടോപ്പിക് നമുക്ക് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷത്തെ 2022 2023 നോക്കുവാണെങ്കിൽ കൗണ്ടിങ് ഫിഗേഴ്സ് ചോദിക്കുന്നില്ല. അതിന് മുന്നേയുള്ള പല എക്സാമുകളിലും കൗണ്ടിങ് ഫിഗേഴ്സ് ചോദിക്കുന്നില്ല. സ്റ്റാർട്ടിങ്ങിലൊക്കെ കൗണ്ടിങ് ഫിഗേഴ്സിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും കൗണ്ടിങ് ഫിഗേഴ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ് SSC എക്സാം 2024. അപ്പോൾ 2020 നമുക്ക് പ്രതീക്ഷിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ റിപ്പീറ്റിംഗ് സീരീസ് ഞാൻ പറഞ്ഞില്ലായിരുന്നു. റിപ്പീറ്റിംഗ് സീരീസ് അവിടെ 2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കുന്നുണ്ട്. 2 ക്വസ്റ്റ്യൻ അല്ല, 1 ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കുന്നത്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഒരു ക്വസ്റ്റ്യൻ എടുത്ത് ചോദിക്കുന്നത്. 0.5 എന്ന വെയിറ്റിലേക്ക് പോയിരുന്നത്. ഓക്കെ, അടുത്ത ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞ ഫിഗർ സീരീസും ഫിഗർ എന്താ പറയുക എംബഡഡ് ഫിഗറിന്റെ കൺസെപ്റ്റ് ഒക്കെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഇപ്പോൾ ഫിഗർ സീരീസിന്റെ ക്വസ്റ്റ്യൻ, അതായത് നമ്മൾ കഴിഞ്ഞ എക്സാം നമ്മൾ നോക്കുന്ന സമയത്ത് 2023 2022 നമുക്ക് നോക്കുമ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, 2 ക്വസ്റ്റ്യൻ ഫിഗർ സീരീസിന്റെ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എംബഡഡ് ഫിഗറിന്റെ ക്വസ്റ്റ്യൻ അങ്ങനെയൊക്കെ വരുന്നത്. ഇത് ഫിഗർ സീരീസും വരുന്നുണ്ട്, എംബഡഡ് ഫിഗർ വരുന്നുണ്ട്, അതുപോലെ പേപ്പർ ഫോൾഡിങ്ങിന്റെ കൺസെപ്റ്റ് അതും വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള കൺസെപ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താണ് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യനോട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് കേട്ടോ. നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് അവിടെ കണ്ടതുപോലെ തന്നെ 2 മാർക്കിന് ഇവിടെ 3 മാർക്കിന് ചോദിക്കുന്നുണ്ട്. പിന്നെ മിറർ ഇമേജ് വാട്ടർ ഇമേജ് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എല്ലാ ഷിഫ്റ്റുകളിലും എല്ലാ എക്സാമുകളിലും ചോദിക്കുന്ന ടോപ്പിക്കാണ് മിറർ ഇമേജ് വാട്ടർ ഇമേജ്, അത് 2 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ആൽഫബറ്റ് ടെസ്റ്റിലെ ഡിക്ഷണറി ഓർഡർ അറേഞ്ച്മെന്റ് ക്വസ്റ്റ്യൻ അതും സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. ഡിക്ഷണറി ഓർഡർ തന്നെ വരണമെന്നില്ല, ഞാൻ ഡിക്ഷണറി നിന്ന് കൊടുത്തേ ഉള്ളൂ. ആൽഫബറ്റ്സിനെ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് അറേഞ്ച് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്, വേറെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സിലോജിസിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നുണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഡ് വൺ ഔട്ടിന്റെ കൺസെപ്റ്റും 2 മാർക്കിന് ചോദിക്കുന്നുണ്ട്. ക്യൂബ്സ് ആൻഡ് ഡൈസ് കഴിഞ്ഞ 2 വർഷങ്ങളിൽ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിൽ ഇവിടെ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്തിരിക്കുകയാണ് എക്സാമുകളിൽ. പിന്നെ അനലോഗി ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്, അത് എപ്പോഴും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുന്നുണ്ട്. മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻ 2 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. സീരീസ് വരുമ്പോൾ നമ്പർ സീരീസും ലെറ്റർ സീരീസിന് 4 ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ബ്ലഡ് റിലേഷനും 1 ക്വസ്റ്റ്യൻ ആണ്, 1 ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ. കോഡിങ്ങിന്റെ 2 ക്വസ്റ്റ്യനും 3 ക്വസ്റ്റ്യനും തന്നെ പല ഷിഫ്റ്റുകളിലും ചോദിച്ച് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഏരിയ ആണ്. ഓരോ വർഷം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചില ടോപ്പിക്കുകളിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്, ചില ടോപ്പിക്കൽസിന് ഇമ്പോർട്ടൻസ് കുറച്ച് കൊടുക്കുന്നുണ്ട്, ചില ടോപ്പിക്കുകൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞൊക്കെ വരുന്നുണ്ട് ടോപ്പിക്കുകളൊക്കെ. ഇനി അപ്പോൾ ഇത്രയും ടോപ്പിക്കുകൾ 2022 മുതലുള്ള ഒരു അനലൈസ് ആണിത്. ഓക്കെ, ഇത് എല്ലാ വർഷവും നമ്മൾ അനലൈസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ടോപ്പിക്കൾക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഏതൊക്കെ കൊടുക്കണമെന്ന് നമ്മൾ നോക്കുന്നത്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻസിന്റെ ബേസിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇതിൽ ഏറ്റവും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ലീസ്റ്റ് ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഏരിയ ആണ് ഡയറക്ഷൻ, റാങ്കിങ്, ക്ലോക്ക്, കലണ്ടർ. ഇതൊക്കെ നമ്മൾ SSC എക്സാമിൽ പഠിക്കുന്ന അല്ലെങ്കിൽ റെയിൽവേ എക്സാമിലൊക്കെ പഠിക്കുമ്പോൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന ടോപ്പിക്കുകളാണെങ്കിൽ കൂടിയും നമ്മൾ SSCയുടെ എക്സാം 2-3 വർഷമായിട്ടുള്ള ഈ കഴിഞ്ഞ 3 വർഷമായിട്ടുള്ള പുതിയ പാറ്റേണിലെ എക്സാം നമ്മൾ നോക്കുമ്പോൾ ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആണ്, റാങ്കിങ്ങിന്റെ ക്വസ്റ്റ്യനും വളരെ റെയർ ആണ്, ക്ലോക്കും കലണ്ടറും റെയർ ആണ്. പക്ഷെ നമ്മൾ ഇതൊക്കെ പഠിക്കണം. കാരണം ഇപ്പോൾ അടുത്ത വർഷം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ കണ്ടോ കൗണ്ടിങ് ഫിഗേഴ്സിന്റെ ടോപ്പിക് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചില്ല, 2023 ചോദിക്കുക, 2024 വീണ്ടും ചോദിച്ചു തുടങ്ങി. അപ്പോൾ അതിങ്ങനെ ടോപ്പിക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ട് മാറി തിരിഞ്ഞു എന്താണ് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ടോപ്പിക് പഠിക്കാതിരിക്കരുത്, ഇത് പഠിക്കണം. പക്ഷേ നമുക്ക് വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു ലാസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ എക്സാമ്പിൾ ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് ചെറിയ ഇമ്പോർട്ടൻസ് കുറയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിച്ച് തന്നെ വെക്കണം. ഓക്കെ, പിന്നെ വരുന്ന ബേസിക് ആയിട്ട് നമ്മൾ കാണുന്ന ടോപ്പിക്കുകളാണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്, ആൽഫബറ്റ് ടെസ്റ്റ്, സിലോജിസം, ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്, ക്യൂബ്സ് ആൻഡ് ഡൈസ്, മിറർ ആൻഡ് വാട്ടർ ഇമേജ്, പേപ്പർ കട്ടിങ്, പേപ്പർ ഫോൾഡിങ്, ഫിഗർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, കൗണ്ടിങ് ഫിഗർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഇതൊക്കെ നോർമലി നമ്മൾ എപ്പോഴും കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്, ഇതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത് പഠിക്കേണ്ട ചില ടോപ്പിക്കുകളാണ് ഈ കിടക്കുന്നത്.
ഓക്കെ, കാരണം കുറച്ചുകൂടെ പ്രാക്ടീസ് കൂടുതൽ വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ബേസിക് ക്ലാസ് മാത്രം പോരാ, ഒരുപാട് ക്വസ്റ്റ്യൻസ്, ഒരുപാട് PYQs, ഒരുപാട് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകളിലൊന്നാണ് അല്ലെങ്കിൽ ടോപ്പിക്കുകളാണ് ഈ കിടക്കുന്നത്. ഓക്കെ, അതായത് കോഡിങ് ഡീകോഡിംഗ് ഒരു ടോപ്പിക്, ഇത് ലോജിക് ബേസ്ഡ് ടോപ്പിക്കാണ്. അനലോഗി എന്ന് പറയുന്നത് ലോജിക് ബേസ്ഡ് ആണ്. ഓഡ് ആൻഡ് ഔട്ട്, സീരീസ്, ഇതൊക്കെ ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് കണ്ടോ, അതും എന്താണ്, ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. ഇതെല്ലാം ലോജിക്ക് കണ്ടുപിടിച്ച് നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ് അല്ലെങ്കിൽ ടോപ്പിക്കുകളാണ്. അതുകൊണ്ടാണ് ഇതിന് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കണം, ചെയ്ത് പഠിക്കണം എന്ന് പറയുന്നത്. MOT എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ്, അതായത് സിമ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ടും ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്പറുകൾ ഏത് റീപ്ലേസ് ചെയ്യുമ്പോഴാണ് ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്, അങ്ങനത്തെ മോഡൽ ക്വസ്റ്റൻ ഉണ്ടല്ലോ, ഇതും ചെയ്ത് പഠിക്കുന്ന ടോപ്പിക്. അതും പ്രാക്ടീസ് ചെയ്യുക, സ്പീഡാക്കി എടുക്കുക എന്നുള്ള കൺസെപ്റ്റ് ആണ് MOT കണ്ടത്. സീറ്റിംഗ് അറേഞ്ച്മെന്റും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. ടയർ 1 എക്സാമ്പിൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചോദിക്കുന്നില്ലെങ്കിലും ടയർ 2 എക്സാമ്പിൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് കുറച്ച് ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് SSC എക്സാമ്പിൾ കേട്ടോ. അപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെന്റ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് വിട്ടുപോയ ടോപ്പിക് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സ്റ്റേറ്റ്മെന്റ്സ് നമുക്ക് ടയർ 2 ചോദിക്കുന്നത്, ടയർ 1 വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, അതുകൊണ്ടാണ് സ്റ്റേറ്റ്മെന്റ്സ് ഇടാൻ വിട്ടുപോയത്. അപ്പോൾ ടയർ 1 കൺസെപ്റ്റ് നമ്മൾ പറയുന്നതിൽ കുറച്ച് ഇമ്പോർട്ടൻസ് വരുന്ന രീതിയിൽ പറയുന്നതാണ്. ഇത് നമ്മൾ ബേസിക് ആയിട്ട് കാണുന്ന സിമ്പിൾ ടോപ്പിക്കുകളാണ്, നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. ഇതൊക്കെ അധികം അങ്ങനെ ചോദിക്കാത്ത ടോപ്പിക്കുകളാണ്, പക്ഷേ ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്ത് പഠിക്കുന്ന ടോപ്പിക്കുകളാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ക്ലാസ്സുകൾ പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് പഠിക്കണം ഈ ടോപ്പിക്കുകൾ വരുമ്പോൾ. ഈ ടോപ്പിക്കുകൾ ഇപ്പോൾ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കാൻ പറ്റും, പിന്നെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാൻ പറ്റും. ഇത് ലോജിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസും സ്പീഡ് വേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ചെയ്ത് പഠിക്കാം. ഓക്കെ, ഇത് നമുക്ക് ലീസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാൻ തോന്നാം, പക്ഷേ എങ്കിലും ആ ടോപ്പിക്കുകൾ പഠിക്കുകയും വേണം, നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ റീസണിങ്ങിന്റെ കേസ് വരുന്ന സമയത്ത് ഇത്രയാണ് നമ്മൾ പറഞ്ഞ കൺസെപ്റ്റുകളും കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ടത് ടോപ്പിക്കുകൾ ലിസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഏതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ഏതിന് കൂടുതൽ വർക്കൗട്ട് ചെയ്യണം, ഏതാണ് നമുക്ക് എന്താ പറയുക കിട്ടിയാൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കണം. ഏതൊക്കെ മോഡലുകൾ ഓരോ ടോപ്പിക്കിൽ വരും, അത് നമ്മൾ ബേസിക് ക്ലാസ് പോകുമ്പോൾ നമ്മൾ ഇതെല്ലാം പറയും. ഓക്കെ, ഓരോ ടോപ്പിക്കിലും എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈപ്പ്, ഇപ്പോൾ എന്ത് ചോദിക്കും. ഇപ്പോൾ ബ്ലഡ് റിലേഷൻ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കോഡിംഗ് ടൈപ്പ് ബ്ലഡ് റിലേഷന് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ഉള്ള എക്സാമ്പിൾ അങ്ങനെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. അപ്പോൾ അത് നമ്മൾ ടോപ്പിക് വൈസ് ക്ലാസ് പോകുമ്പോൾ ആ ഇമ്പോർട്ടൻസും ഏത് ടോപ്പിക്ക് അല്ലെങ്കിൽ ഏത് ടൈപ്പിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ആ ഏത് ടൈപ്പ് നമ്മൾ നല്ലപോലെ ചെയ്ത് പഠിക്കണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, പറഞ്ഞു പോകുന്നതായിരിക്കും. പഠിക്കുമ്പോൾ നമ്മൾ എല്ലാ ടോപ്പിക്കും പഠിക്കും. ഞാൻ ഈ പറഞ്ഞ ഇമ്പോർട്ടൻസ് നിങ്ങൾ കുറച്ചുകൂടി എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് ടോപ്പിക്സ് നമ്മൾ എന്ത് ചെയ്യാം, നല്ലപോലെ ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ വരും ദിവസങ്ങളിൽ കാണുന്നതാണ് സിഗ്നേച്ചർ എന്ന് പറയുന്ന ആ ഒരു ബാച്ചിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ബേസിക് ക്ലാസ്സുകളും നിങ്ങൾക്ക് എന്താണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആ ബേസിക് ക്ലാസ് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യാം, എന്നിട്ട് നല്ലപോലെ തന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.